ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുതിയ ബില്ല് BJP പാസ്സാക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നുള്ളത് അതെ അറിഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നു. ഈ ബില്ല് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ദിവസം ഒരു ആണിന് നാളെ ഒരിക്കൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു പെണ്ണായിട്ടോ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടോ മാറുന്നില്ല. പകരം നല്ല കാര്യം, അവൻ 22FK കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെന്റ് ബോഡീസിൽ പോയി സബ്മിറ്റ് ചെയ്ത് ഇത് ക്രോസ് ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറെ നൂലാമാലകളിലൂടെ കടന്നു പോയാൽ മാത്രമായിരിക്കും ആ ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുക. അതെ, അല്ലെങ്കിൽ ആണ് പെണ്ണ് രണ്ടും മാത്രം മതി, മഴവിൽ എന്ന് പറയുന്നത് ആകാശത്ത് മതി എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കാര്യങ്ങളോട്ടൊക്കെ പോവുക. അപ്പം ഇങ്ങനൊരു ബില്ല് BJP പാസ്സാക്കിയതിന്റെ ബില്ല് ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് പല ട്രാൻസ്ജെൻഡേഴ്സിനും ഇത്തരത്തിലുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തട്ടിയെടുക്കപ്പെടുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ഫസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. അതെ, ന്യൂസ് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയുടെ ടൈറ്റിലും തമ്മിലൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ജാസിക്ക് ഇനി പെണ്ണായി നടക്കാൻ കഴിയില്ല, ഇനി ആണുങ്ങളെ പോലെ നടക്കണം. അടിപൊളി, നടക്കട്ടെ. ഉള്ളതൊന്നുമല്ല, അവൻ പെണ്ണുങ്ങളെ പോലെ തന്നെ നടക്കും. ആണാണെങ്കിലും പെണ്ണുങ്ങളെ പോലെ നടക്കും. ഡിസ്ക്രിപ്ഷൻ തമ്മിൽ വായിച്ചു. ഇനി ടൈറ്റിൽ, പെൺവേഷൻ കെട്ടാൻ ജാസിക്ക് വിലക്ക്, ആശിപ്പെട്ടു. ആശിപ്പെട്ടു, ബാക്കി കാണാം. ഇതാണെങ്കിൽ ഇങ്ങനൊരു ബില്ല് പാസ്സായതിന്റെ പേരിൽ പണി കിട്ടിയേക്കുന്നത് ജാസിനെ പോലെയുള്ള കുറെ എണ്ണങ്ങൾക്കാണ്. അതെ, കട്ട് ചെയ്യാത്തവർക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിൽ ആ ന്യൂസ് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. പ്രതിപക്ഷ എതിർപ്പിനിടെ ട്രാൻസ്ജെൻഡർ ബിൽ ലോക്സഭ പാസാക്കി. ജനിതക ശാരീരിക വ്യത്യാസങ്ങൾ മാത്രം ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് ബിൽ പാസാക്കിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൃത്യമായ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനാണ് ഭേദഗതിയെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. കിന്നർ, ഹിഡ്ജ, അരവാണി, യോക്ത തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക സ്വത്വമുള്ളവരെ മാത്രമേ ഇനി ട്രാൻസ്ജെൻഡറായി കണക്കാക്കൂ. നല്ലതാണ്, നന്നായി. വ്യക്തിപരമായ താല്പര്യമോ സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വമോ ഇതിനായി അംഗീകരിക്കില്ല. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. സ്വയം ലിംഗപദവി നിർണ്ണയിക്കാനുള്ള അവകാശം ബില്ല് തകർക്കുന്നുവെന്നും ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ആൾക്കാർക്കും BJPയുടെ അടുത്തൊക്കെ ഇവര് കൊള്ളാം എന്ന് തോന്നിപ്പിച്ചേക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തിലെ ഒരു 90 അല്ലെ 95% ആളുകളും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പച്ച അപരാധങ്ങളായിരുന്നു. അതെ, ശരിയാ. തുണി പോക്കി കാണിക്കുക, അങ്ങനത്തെ അപരാധമാണ് ഉദ്ദേശിച്ചത് അല്ലേ? അങ്ങനെയുള്ളവർക്ക് കിട്ടിയേക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടത്തില് വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നല്ലതായിട്ടുള്ളൂ. അവർക്കൂടെ അപമാനം ഉണ്ടാക്കുന്ന ഈ ജാസീനെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 കേരളത്തിലെ ഈ വോട്ടർ പട്ടിക ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇതിൽ മൊത്തം ഉള്ളത് 2,71,42,952 പേർക്കാണ് വോട്ട് ഉള്ളത്. അതില് 1,39,21,868 സ്ത്രീകളും 1,32,20,811 ആണുങ്ങളുമാണ് ഇതിനകത്ത് വോട്ടിങ്ങിലുള്ളത്. ഇനി 273 പേര് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 273 ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, 273 പേര് മാത്രം. ഈ 273 പേരിൽ ജാസി ഇല്ല. ഓക്കെ, ജാസിയിലെ പോലെയുള്ള പല എണ്ണങ്ങളില്ല. അപ്പൊ ഇവര് കുറെ പ്രൈഡ് അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ ഭയങ്കര ഷോ ഓഫും കുറെ അപരാധങ്ങളും കാണിച്ചു വിട്ടാറുണ്ടല്ലോ. കൊട്ടാരക്കരയിൽ ഇറങ്ങിയിട്ട് കാണിച്ചിരുന്ന കുറെ അപരാധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ കൂടിയേക്കുന്ന ആൾക്കാരില് ഇതില് ഒരു 90 അല്ലെ 95% ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. ഓക്കെ, ഒന്ന് ആലോചിക്കുക. എന്നിട്ടാണ് ഈ അപരാധങ്ങൾ പെട്ടാതെയാണ് നടക്കുന്നത്. അവനൊക്കെ മൊത്തം ഈ റോഡിൽ ഇറങ്ങി ഇവര് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല കുറച്ച് ആൾക്കാർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇതില് മെജോറിറ്റി ആൾക്കാരും കാണിച്ചിരിക്കുന്നത്. അതെ, കുറച്ച് അപരാധം കാണിച്ച് ഉള്ള വില കൂടെ കളയുക. നമുക്ക് ജാസിലോട്ട് വരുന്നതിന് മുന്നേ ഇവര് ഈ ബില്ല് പാസ്സാക്കാൻ പോകുമ്പോഴത്തേക്കിന് ഇതിന്റെ ഒരു സമരം കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒരുത്തം വന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത്? ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ആളൊരു ബലിതപ്രിയനാണ് കേട്ടോ. കാര്യം ഇത്രയും ആ ഒരു ചൂടുള്ള ആ ഒരു വെയിലത്ത് ഇത്രയും ആളുകൾ കൂടി നിൽക്കെ അത്രയും ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് അത് മനോഹരമായിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ എന്താ എഴുതി പഠിച്ചാണെന്ന് തോന്നുന്നു.
ആധാർ കാർഡ് ഇതൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിടെ ആ കാലത്തൊന്നുമില്ല, ഈ ആധാറൊക്കെ വന്നിട്ട് എത്ര കൊല്ലമായി, അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലത്തെ വിവരക്കേട് കോമഡി ഒക്കെയാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ജാസി, എൻ്റെ പൊന്നടാവേ, ജാസിക്ക് കിട്ടിയൊരു അടിയുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഞാൻ ഗർഭണനായി കുറച്ച്. അങ്ങനെയല്ല, ജാസിക്ക് കിട്ടിയ അടി എന്ന് പറഞ്ഞത് അവിടെ സമരത്തിൽ പോയിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പോകുന്നത് കൊണ്ട് ഇതൊക്കെ ഒരു അടി തന്നെയാണ്. മാസം കഴിയുമ്പോഴത്തേക്കിന് 10 മാസം കഴിയുമ്പോഴത്തേക്കിന് ഒരാള് തൂങ്ങിപ്പിടിച്ചിറങ്ങി വരും വൈറ്റി എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൂങ്ങിപ്പിടിച്ചിറങ്ങി വരാൻ കയറാം നമ്മുടെ ജാസി കൊച്ചേട്ടൻ. അപ്പം ജാസി കിട്ടിയിരിക്കുന്ന ഒരു അടി എന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കഴിഞ്ഞ സീസണിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച മണി 18 നോക്കിയിട്ട് പാളിപ്പോയേക്കായിരുന്നു ജാസിക്ക്. ഈ കൊല്ലം ഇതുപോലെ ഗർഭണനായിട്ട് അവതരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പല വിവാദങ്ങളോട് സൃഷ്ടിക്കാൻ ശ്രമിക്കുക, മീഡിയസിന്റെ മുന്നിൽ ഫേസ് കൊടുക്കാൻ നോക്കി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് ഹെലൻ ചേച്ചിയായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അങ്ങനെയൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഇടയ്ക്കാണ് ജാസിക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത സീസണിലോട്ട് ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ എങ്ങനെ ജാസി കയറി പോകും? എന്താണെങ്കിലും ജാസിയുടെ ഇതിനകത്തിലെ ജാസി ആണായിട്ട് തിരിച്ചു വരും, മടങ്ങി വരുമെന്ന് പറഞ്ഞ് കുറെ പേർ കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ വിശ്വാസം നമുക്കൊന്ന് കാണാം. ഇത്രയും ദൂരം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻസർക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു നയം ഇപ്പോൾ പുതിയ അവർ ഇറക്കാൻ വേണ്ടി പോവാം. ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശങ്ങൾ നേടിയൊക്കെ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് ട്രാൻസ് പീപ്പിൾ വന്നിട്ടുണ്ട്. നാക്കൊക്കെ കുഴഞ്ഞ് ടങ് സ്ലിപ്പ് ആവുന്നുണ്ട് നമ്മുടെ ജാസിയുടെ. എന്നാണെങ്കിൽ ഓക്കെ, കുറെ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്കിനും അത് പോരാടണം അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ജാസി കൊച്ചാട്ടൻ ഇവിടെ അവതരിച്ചേക്കുന്ന എന്തിനാണ്? മീഡിയയിൽ ഒരു വിസിബിലിറ്റി കിട്ടി, അതിനകത്തുനിന്ന് കണ്ടോ ഞാൻ പോരാടി ധീര, അല്ല ഞാനും എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കണ്ടേ, പുരുഷനാണ്, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പോരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബിഗ് ബോസിലോട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ കാട്ടിക്കൂട്ടലുകളാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പറയാൻ നിങ്ങൾ കേട്ടോ, ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പരിപാടികളിൽ ജാസി പങ്കെടുത്തു എന്നുള്ളത്. ഈ പ്രോഗ്രാമുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. സുഹൃത്തുക്കളാണ് ഞങ്ങള്, പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വിസിബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവെ. പല കാര്യങ്ങളും ഇത് കുഞ്ഞിന്റെ ക്രൈസുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കൃത്യമായി വിസിബിലിറ്റിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത്. പക്ഷേ വരാറില്ല, വന്നിട്ടില്ല അല്ലേ. ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജാസി പൊതുവെ എൻ്റെ സുഹൃത്താണ്. എനിക്കൊരു സംസാരിക്കുന്നതിൽ എല്ലാത്തിലും പ്രശ്നം വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഒരു മീഡിയാസിനുള്ള വ്യക്തിയെന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും. ഒരു പരിപാടിക്കും ജാസി പങ്കെടുക്കാറില്ല, എന്നിട്ടാണ് ഇവിടെ കിടന്ന് വലിയ വീരവാദം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്നപ്പോ ആരും മൈൻഡ് ചെയ്തില്ല എന്നാണ് അടുത്ത സങ്കടം. മനസ്സിലായല്ലോ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പരിപാടിക്കകത്തും പങ്കെടുക്കാതെ ഇതിനകത്തൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം നമ്മൾ മനസ്സിലായല്ലോ. ഇതിനകത്തുനിന്ന് കുറച്ച് ഇച്ചിരി കത്ത് നിൽക്കുക അതൊക്കെ ഉദ്ദേശിച്ച് വന്നേക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിനകത്തിലെ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ സീസണുകളിൽ പങ്കെടുത്തേക്കുന്ന ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വന്നേക്കുന്ന ആൾക്കാർ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. കാര്യം ബിഗ് ബോസിലൊന്നും ഇതുപോലെ ഇവർ ഈ പറയുന്ന പ്രകാരം ഡ്രസ്സൊന്നും മാറ്റിയിട്ട് നോക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇവരങ്ങോട്ട് പറയാണ് ഞാൻ ട്രാൻസ് ആണ്, ഞാൻ എൻ്റെ വേഷവിധാനം കണ്ടില്ല, ഞാൻ പെണ്ണിനെ പോലെയാണ് വേഷം ധരിച്ചേക്കുന്നത്, സോ ഞാൻ ട്രാൻസ് ആണ്, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇറങ്ങി പോയേക്കല്ലേ. അങ്ങനെ കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ ഞാൻ ആളെ അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഈ രീതിയിൽ. അപ്പോൾ അതിനകത്ത് കുറെ കോമഡി ഉണ്ട്, ഓപ്പണായിട്ട് പറയാനെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടായി ചൂട്? ഒടുക്കത്തെ ചൂടെടുത്തിട്ട് മനുഷ്യന് വിട്ട് നുരുക. ഇനി ജാസി കൊച്ചാട്ടൻ്റെ അടുത്ത പറയുന്നേക്കാം. കഴിയാൻ വേണ്ടി 27 കഴിയാൻ വേണ്ടി കാത്തിരുന്നാണോ പറഞ്ഞിട്ടിട്ട് ഇറങ്ങിയത്? ഞങ്ങളെ അവകാശങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇറങ്ങണം. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിക്കണം, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശബ്ദം ഉയർത്തണം. അതെ അതെ, ഇങ്ങനെ തന്നെ സംസാരിക്കണം. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങള് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ജാസിനെ വേണ്ട, ജാസി ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമാണെന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് പറയണത്. ഇനി അടുത്തൊരു സാധനം കണ്ടോ, ഇവിടുന്ന് പട്ടിയെ പോലെ താറ്റി വിടുന്നുണ്ട്. വേറെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ അതെ അതെ, വേറെ കുറെ ശബ്ദങ്ങൾ മണി അടിക്കുന്നു. ഞാൻ പല ഇന്റർവ്യൂലും പറയാറുണ്ട്, പല ഇതിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ? അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ. അതെ അതെ, ഇനി സിലിക്കോണിനൊക്കെ വില കുറയുമെന്ന് തോന്നുന്നു. മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ താമസം നല്ല ജാസി എത്രയോ പൈസ മുടക്കി, ഇനി അതൊക്കെ പാഴായി പോയല്ലോ ജാസി. താമസമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ.
അപ്പൊ ചോദിക്കുന്ന ആള് മുഖം മറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നോട്. ആ മുഖം വിസിബിൾ ആക്കി സംസാരിക്കാൻ കൂടെയുള്ള ഒരു ഇതില്ല, ഗഡ്സ് ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുഖം കാണിച്ച് ട്രാൻസ് ആണ് പണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. അല്ലടേ, നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് അപരാധമൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് സ്ത്രീത്വത്തെ പോലും അപമാനിച്ചുകൊണ്ട് ഞാൻ ഗർഭണനായിട്ട് മാറി, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് അപരാധമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതെ, ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പോലും ഇതൊന്നും കണ്ടുകൂടാ. അവർക്ക് അപമാനം ഉണ്ടാക്കിയിട്ട് അപരാധമായി മാറിക്കൊണ്ടിരിക്കുന്ന ജാസി ട്രാൻസ് ആണെന്ന് പോലും. നാളെ തൊട്ട് തുണി അഴിച്ചു വെച്ചിട്ട് മര്യാദയ്ക്ക് ആണുങ്ങളെ പോലെ വസ്ത്രം ധരിച്ചു. അതെ, രണ്ട് ആശിരെ പാന്റ് എടുപ്പെടുത്തിട്ട് നടന്നോ, ആ സിലിക്കോടൊക്കെ പറിച്ച് ദൂരെ ഇറങ്ങി ഉള്ളതാണ് കേന്ദ്രത്തിൽ തന്നേക്കുന്ന ഉത്തരവ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് ഇതിട്ടുകൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് എവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഓക്കെ, എങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇവൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നതിന്റെ മെയിൻ കാരണം ഇതാണ്. ഇങ്ങനെയൊന്നും അവിടെ അഴിഞ്ഞാട്ട് നടക്കാൻ പറ്റത്തില്ല. അവിടെ രണ്ട് മതി, ആണും പെണ്ണും മതി. അതുകൊണ്ട് ഇവൻ നൈസിൽ ഇവിടെ വന്നു. ജാസി ദുബായിലോട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെ? ഇനിയിപ്പോൾ എന്താണെങ്കിലും ആണായിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ ജാസിക്ക്. അത് മാത്രമേ ഉള്ളൂ. വേഷമൊക്കെ മാറിയിട്ട് ഇനി ദുബായിലോട്ടൊക്കെ തിരിച്ചു പോകണമെങ്കിൽ വേഷം മാറിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ജാസിക്ക് ഇവിടെ നിലവിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ പറയുന്ന വർത്താനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കേ. മന്ത്രി എന്നൊക്കെ പറയണം. എന്തിനാണ് മന്ത്രി പറയുന്നത്? മന്ത്രി എന്ത് ചെയ്തു നിങ്ങളെ? ഈ നല്ല കിടില മുദ്രാവാക്യമാണ്, കൈകൊട്ട് പറ്റിയതാണ്, ചേർന്നൊരു സാധനമാണ്. അതെ, ഇവര് ഇറക്കിയതല്ലേ അത്. ആൻഡ് ഈ പൊക്കി കാണിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇങ്ങേര് ഊഞ്ഞാല് ആടിക്കൊണ്ടിരിക്കുന്നൊരു റീൽ ഉണ്ടായിരുന്നു. ഇവിടെ വെക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൊക്കി കാണിക്കണം എന്ന് പറയുമ്പോൾ ഓൺലൈൻ മീഡിയസ് ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഊഞ്ഞാലിൽ ആടിയിട്ട് പൊക്കി കാണിച്ചുകൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല. റോഡിലായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് പറയുന്നത് പൊക്കി കാണിക്കണോ, ഞങ്ങൾ സമരം മറ്റേ മാങ്ങ തേങ്ങ ചക്ക എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് കാണിക്കാൻ വേണ്ടി പൊക്കി കാണിക്കാൻ പറയും. പൈസ കൊടുത്തില്ലെങ്കിൽ ഓരോരുത്തന്മാരെ ട്രെയിനിൽ പൊക്കി കാണിക്കുമോ? അവൻ്റെയൊക്കെ ചെവള അടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം കാണിക്കാൻ പറ്റുന്ന 2-3 സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറില്ലേ, നമ്മൾ ഈ ഉള്ളിൽ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിന് നമ്മൾ തല്ലിക്കൊടന്നൊക്കെ ഇടണം, ചിലപ്പോൾ ഉറുമ്പോ പല്ലിയോ പാറ്റയോ പഴുതാരയോ അനക്കോണ്ടയോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. തൂറാൻ മുട്ടുന്ന എക്സ്പ്രഷൻ ആണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം എന്തെങ്കിലും ഉറുമ്പ് ചന്തി കടിച്ചതായിരിക്കും, പാറ്റയോ പഴുതാരയോ അനക്കൊണ്ടയോ വല്ല. കാരണം അതായിരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നടുറോടി കിടന്നിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതേ വ്യക്തിയുടെ അടുത്തൊരു വീഡിയോ ആണ്, നമുക്ക് അതോടെ കാണാം. വസ്ത്രത്തിന്റെ സിബ് ഊരിപ്പോയതാണോ? ഇതിന്റെ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. അത് ഞാനിപ്പോ ഇത്രയൊക്കെ വച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എങ്ങനാ പറയും? ഇത് തീറ്റി ഇറക്കി വലിച്ചിട്ടു. നിങ്ങളൊക്കെ കാണാനല്ലേ ഇങ്ങനെ വെക്കുന്നത്, പിന്നെ എന്നിട്ട് മറച്ചു വെച്ചോണ്ട് നടന്നത് എന്തിനാണ്? ഒരിക്കലും അല്ല, ഡ്രസ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്, ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്, അല്ലാണ്ട് ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സ് അല്ല. അതാണെങ്കിൽ ആ ബോധ്യം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. പിന്നെ എന്തോന്നടേ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ. മുമ്പൊരിക്കൽ ഒരു വീഡിയോക്കകത്ത് ഞാൻ കുറച്ചധികം മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഓഡിയൻസിന് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ നിൽക്കാത്തത്. ഓക്കെ, ബാക്കി കാണാം. വീഡിയോ ഇട്ടിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ കുനിഞ്ഞത്. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ച ചൂടിൻ്റെ ആയിരിക്കുന്നത്. പിന്നെ മനസ്സിലായി ഈ അപരാധം കണ്ടിട്ട് എൻ്റെ തൊലി ഉരിയുന്നതെന്ന്. ഉച്ചയോട്ട് ഉപ്പൂറ്റി വരെയുള്ള തൊലി ഉരി ഈ അപരാധങ്ങൾ കണ്ടിട്ട്. ഇനി യവനൊക്കെ എന്ത് ചെയ്യാനെന്ന് പറ. ഒത്തിരി സാധനങ്ങളുണ്ട്.
ടാറ്റു ഞാന് ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്ത ടാറ്റു ആണ് ബാംഗ്ലൂർ വെച്ചിട്ട്. അന്ന് ബ്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞൊരു ഹാർട്ടായിരുന്നു. പിന്നെ അത് സർജറി ചെയ്തു. അപ്പൊ നമ്മുടെ സ്കിന്ന് വലിയുമല്ലോ. അപ്പൊ സ്കിന്ന് വലിഞ്ഞപ്പോ ഈ ഹാർട്ട് കുറച്ചും കൂടി സ്പ്രെഡ് ആയിരുന്നു. അതാണ് ഈ റെഡ് ഒക്കെ മങ്ങിക്കിടക്കുന്നത്. അടിച്ചപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ആരാണ് ചോദിക്കുന്നത്? ആരാണ് ഈ വീഡിയോ എടുക്കുന്നത്? അവനെ അടിക്കാതെ. ഇനി എന്തൊക്കെ കാണിക്കും? അതെ അതെ, അവര് ബില്ല് പാസ്സായില്ലെങ്കിൽ ഇവന്മാര് തുണി ഒരു കാണിക്കുമായിരുന്നു പബ്ലിക്കായിട്ട്. അല്ല, ഈ ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്. എനിക്ക് അറിയത്തില്ല ഇത്. സത്യം, അതും ശരിയാണ്. ഇവന്മാരിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഇവന്മാർക്ക് എന്റെ ആവശ്യമില്ല. എന്തൊക്കെയാണ് ഇനി നിങ്ങൾ തുറന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞിട്ട് വെറുതെ അല്ല. ഈ ഒരു ബില്ല് പാസ്സാക്കി എന്തുകൊണ്ട് നന്നായി. ഈ ഒരു കാര്യത്തിൽ മാത്രം BJP കൊള്ളാം, നിങ്ങൾ നല്ലൊരു പരിപാടി ചെയ്തു എന്ന് പറയാൻ തോന്നി. വളരെ പറയല്ലോ കമ്മ്യൂണിറ്റി. അതെ അതെ, നല്ല കാര്യം ചെയ്തതെന്ന് പറയാൻ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ അപരാധങ്ങൾ കാണേണ്ടി വരും എന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇവിടെ തന്നെ ഇല്ലേ, അതിനെയൊക്കെ റിയാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ്.